ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അക്കു ഇന്ന് ടൂർ കഴിഞ്ഞ് വരുവാണ്. രാവിലെ ഇന്നലെ രാത്രിയിൽ സാറ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ 11 മണിയാകുമ്പോൾ വരുമെന്ന്. എന്നിട്ട് ബാക്കി കറക്റ്റ് ടൈം രാവിലെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പം രാവിലെ ഇപ്പം മെസ്സേജ് വന്നിട്ടുണ്ട് കറക്റ്റ് 10 മണിയോടുകൂടി എത്തുമെന്ന് പറഞ്ഞ്. അപ്പം മിലന് യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്കാണ്. അവൻ പരുമലപ്പള്ളിയിൽ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. അവൻ വരുമ്പോഴത്തേക്കിന് ഞാൻ അന്നേരം ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാവുന്നതുകൊണ്ടാണ്. നമുക്കിന്ന് രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ അവൻ ടൂറിന് പോയ വിശേഷങ്ങളൊക്കെ സാറുമാർ ചെറുതായിട്ടൊക്കെ ഒരു ചെറിയ ഷോർട്സായിട്ടൊക്കെ എടുത്ത് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ. നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി ഇതിൻ്റെ ഇവിടെ റെഡിയായി. കയറി വരുമ്പോഴേ വിശക്കുന്നതെന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പം റെഡിയാക്കി വെക്കാമെങ്കിൽ വരുന്നുണ്ട്. അതിനെ കുളി കഴിയുന്നുണ്ട് കൊടുക്കാവുന്നതുകൊണ്ടാണ് രാവിലെ തന്നെ റെഡിയാക്കി വെക്കുന്നത്. മിലന് ഒരു 11 മണിയോടുകൂടെ പോയാൽ മതി. 2 മണിക്കാണ് പരീക്ഷ. അപ്പോൾ 9 മണിയായപ്പോഴത്തേക്കിന് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു 10 മിനിറ്റിനകം സ്കൂളിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പിന്നെ എളുപ്പം ഒരുങ്ങി അവനെ വിളിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞുടനെ തന്നെ വണ്ടി വരികയും ചെയ്തു. അപ്പോൾ അവർ ഭയങ്കര സൗണ്ടിലാണ് പാട്ടിട്ട് അതിനകത്ത് ഭയങ്കര ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ വോയിസ് ഇത് മ്യൂട്ട് ചെയ്തതാണ്. കാരണം പാട്ടിൻ്റെ ചിലപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനായിട്ട് ഇതുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ, ടീച്ചർമാരൊക്കെ നല്ല ഹാപ്പിയായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം നല്ലതായിട്ട് അവരുമായിട്ട് സഹകരിച്ച് ആരും ഒരു പ്രശ്നമില്ലായിരുന്നെന്ന് പറഞ്ഞു. എല്ലാവരും നെണ്ടിക്കുരങ്ങനെ മേടിച്ചിട്ടുണ്ട്. അക്കു മാത്രം മേടിച്ചിട്ടില്ലായിരുന്നു. അക്കു ഒരു വലിയൊരു ടോയാണ് മേടിച്ചപ്പോൾ അവയെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ വന്നു. ഫാമിലി ദേണ്ട് നമ്മുടെ അക്കുമോൻ ഇറങ്ങി വന്നു. ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ ഓർത്ത് കമ്പിളിയായിരിക്കുമെന്ന്, പിന്നാണ് അത് പാവയെന്ന് മനസ്സിലായത്. ഇതേണ്ട വന്ന് കഴിക്കാനായിട്ട് കൊടുക്കുവാണ്. ഭയങ്കര ക്ഷീണമാണ്. കൊണ്ടുവന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഞാൻ കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അക്കു അങ്ങനെ വേണ്ട വീട്ടിലെത്തി കുളിക്കാനായിട്ട് കയറി. നമ്മുടെ ബെഡ്ഷീറ്റും തോർത്തേ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. NCCക്ക് വിട്ടപ്പോഴും ഇതുപോലായിരുന്നു. ഒന്നുമില്ലാണ്ട് ബ്രഷും ഒന്നും തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. സോപ്പ് മാത്രമുണ്ട്, പേസ്റ്റ് ഇല്ല, ഒന്നുമില്ല, എല്ലാം കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മേടിച്ചുകൊണ്ട് വന്നത് ദണ്ടി ഇത് പാവ. പിന്നെ 2 കണ്ണാടി അവന് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ചെരുപ്പ് എനിക്ക് മേടിച്ചതാണ് അവന്. ഇവൻ നേരത്തെ മുതലേ പള്ളിപ്പെരുന്നാളിനൊക്കെ വന്നപ്പോൾ മേടിക്കാൻ പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ലാഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അപ്പോൾ അവൻ പിന്നെ ഇതാണ് മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് എന്തായാലും ഇട്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ കുഞ്ഞ് നമുക്ക് ആദ്യമായിട്ട് മേടിച്ചുകൊണ്ട് വന്നൊരു സാധനമാണ്. അവന് ഷൂ മേടിക്കണമെന്ന് പറഞ്ഞാൽ പോയത്, പക്ഷെ അവന് ഷൂ ഇഷ്ടപ്പെട്ടില്ല. അപ്പം പിന്നെ എനിക്ക് ഈ ചെരുപ്പേ അവിടെ കണ്ടുള്ളൂ, അല്ലാത്തതൊക്കെ കൊള്ളാത്തതാണെന്ന് പറഞ്ഞാൽ ഇതാ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം ടൂറിന് പോയിട്ട് വന്ന് ഇതൊക്കെയായിരുന്നു കൊണ്ടുവന്നത്. അക്കുൻ്റെ ടൂറിൻ്റെ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ കിട്ടിയേക്കുന്നത് ഞാൻ ഈ വീഡിയോയുമായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ അത് മ്യൂസിക് എല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാം.